ഇന്നത്തെ റെസിപ്പി സേമിയ ചേർത്തിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. എന്നാൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണിത്. അതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ 2 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. നേരിയതായിട്ടുള്ള ചെറിയ സേമിയാണിത്. അപ്പോൾ നിങ്ങളടുത്ത് നീളത്തിലുള്ള സേമിയ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതേപോലെ നേരിയതായിട്ടുള്ള സേമിയ എടുക്കണം. ഇപ്പോൾ ബട്ടർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമുക്ക് ഈ ഒരു സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഈ സേമിയത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ ചെറുതായി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നല്ല വണ്ണം ഞാൻ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കോ സേമിയോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സേമിയ പാൻ്റെ സൈഡിലൊന്നും ഒട്ടാത്ത വിധത്തിൽ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പം സേമിയ നന്നായിട്ട് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് കപ്പ് തയ്യാറാക്കാം. എനിക്ക് തോന്നുന്നു ചെറിയൊരു ചൂടോട് കൂടി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് കപ്പ് ഉണ്ടാക്കാൻ പറ്റാന്. അപ്പം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊരു ചൂടാകുന്ന സമയത്ത് ഇതേപോലെ ഒരു മോൾഡിലോ അല്ലെങ്കിൽ കപ്പ് കേക്കിന്റെ പേപ്പർ കപ്പിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഗ്ലാസ്സിൽ വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഈ ഒരു പേപ്പർ കപ്പിലാണ് ഈ ഒരു കപ്പ് തയ്യാറാക്കുന്നത്. ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് സേമിയ എടുത്തിട്ട് ഈ ഒരു മോൾഡിൽ വെച്ചിട്ട് ഇങ്ങനെ വിരൽ കൊണ്ട് ചുറ്റും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ നല്ലൊരു കപ്പ് ഷേപ്പ് ആയിട്ട് വരും. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെറിയ കപ്പോ വലിയ കപ്പോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ മുഴുവൻ സേമിയ വെച്ചിട്ടും ഇതുപോലെ കപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കപ്പ് ഉറച്ച് വരുമ്പോഴത്തേക്കും ഒരു ക്രീം തയ്യാറാക്കണം. ഈ കപ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉറച്ച് വരും. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാൽ ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്രീം ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ക്രീമും പാലും നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കണം. ഇപ്പോഴല്ല, കുറച്ച് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് കോൺഫ്ലോർ ഒന്ന് കലക്കി വെക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോർ കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ ഒഴിക്കണ്ട. അതിനു മുമ്പ് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചിട്ടുള്ളത്. ബാക്കി മധുരത്തിന് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ഇപ്പൊ ഈ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം. കാരണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും മധുരം കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം. പക്ഷെ എനിക്ക് ഏലക്കാപ്പൊടി ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പാൽ ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കാരണം കോൺഫ്ലോർ ഒഴിച്ചിട്ട് അപ്പാടന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട കിട്ടും. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു റോസ് വാട്ടറും ഏലക്കാപ്പൊടിയിലും ചേർക്കുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയിട്ട് ഈ ഒരു ക്രീം ഒരു തിക്ക് ക്രീമാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ ക്രീം നന്നായി തണുത്ത് കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കപ്പിലേക്ക് ഈ ഒരു ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഈ ഒരു പുഡിങ് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് വരും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് തണുത്ത് കിട്ടും. മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് കുറച്ച് ഹാർഡായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് ഈ ഒരു പുഡിങ് പുറത്തെടുത്ത് വെക്കണം. അങ്ങനെയാകുമ്പോൾ അത്ര ഹാർഡാവില്ല. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് പിസ്തയാണ് വെക്കുന്നത്. നമുക്കിതിന് ഒന്ന് തണുത്ത് വരുന്നത് വരെ ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വ്യത്യസ്തമായിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റുള്ള പുഡിങ്ങാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.